ഹലോ. അപ്പോൾ ഇന്ന് കറി വെക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത് ചാളയാണ് കേട്ടോ. ചാള 2 കൊഴിയാള കുഞ്ഞും ഉണ്ടായിരുന്നു. ചാള എന്താണെന്നറിയത്തില്ല, തീരെ വളരുന്നില്ല എന്ന് എല്ലാവരും പരാതി. എനിക്കും ആ പരാതി ഉണ്ട് കേട്ടോ. അങ്ങനെ മീനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരെ വന്നൊരു ചിരക്ക എടുത്തിട്ട് അരിഞ്ഞ് അതൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ മീനൊക്കെ തേച്ച് കഴുകാൻ വേണ്ടി പോയി കേട്ടോ. അങ്ങനെ മീനൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. വറുക്കാനുള്ളതും കറി വെക്കാനുള്ളതും ഒക്കെ പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്. വറുക്കാനുള്ള മീനിലേക്ക് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിനിടയ്ക്ക് നമ്മുടെ ചിരക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് താളിച്ചും കൂടെ ഒഴിച്ചപ്പോഴത്തേക്കും കറി അവിടെ റെഡി. പിന്നെ കുറച്ച് ബീട്രൂട്ടും അമരപ്പയറും ഒക്കെ വെച്ച് തോരന് വേണ്ടി അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കറിക്ക് വേണ്ടിയിട്ടുള്ള കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഉലുവ, കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. പൊടികളുടെ പച്ചമണം മാറിയപ്പോൾ ചാറിന് ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറിയൊക്കെ തിളച്ചപ്പോഴത്തേക്കും മീനും ഇട്ട് കൊടുത്തു. മസാല തേച്ച് വെച്ചിട്ടുള്ള മീൻ എടുത്ത് പൊരിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിയും എല്ലാം അവിടെ സെറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.